എസെക്കിയേൽ പ്രവചനം 14-ാം അധ്യായത്തിൻ്റെ 23-ാം വാക്യം. ഞാൻ അതിൽ ചെയ്തിരിക്കുന്നതൊക്കെയും വെറുതെയല്ല ചെയ്തത് എന്ന് നിങ്ങൾ അറിയുമെന്ന് യഹോവയായ കർത്താവിൻ്റെ അരുളപ്പാട്. ദൈവത്തിന് മഹത്വം. ദൈവത്തെ കുറ്റപ്പെടുത്തി ചിന്തിക്കുന്ന അല്ലെങ്കിൽ ദൈവത്തോട് നീരസപ്പെട്ട് നിൽക്കുന്ന ഒരു ജനസമൂഹത്തോട് ദൈവം ആശ്വാസത്തിൻ്റെ വാക്ക് പറയുകയാണ്. നിങ്ങളുടെ ദൃഷ്ടിയിൽ പല കാര്യങ്ങളും വേദനാജനകമായ കാര്യം നിങ്ങൾ കണ്ടു, അനുഭവിച്ചു. നിങ്ങൾക്ക് ഈ നാളുകളിൽ നിങ്ങൾ നേരിടേണ്ടി വന്ന കഷ്ടങ്ങളൊക്കെയും നിങ്ങൾ കാണുമ്പോൾ നിങ്ങളുടെ ദൈവം നിങ്ങളോട് അന്യായം ചെയ്തു എന്ന് നിങ്ങൾ ഒരുപക്ഷെങ്കിൽ ചിന്തിച്ചിരിക്കാം. ദൈവം അവരെ പ്രവാചകൻ മുഖാന്തരം ആശ്വസിപ്പിക്കുകയാണ്. മനസ്സിലാക്കുക, ഞാൻ വെറുതെ അല്ല അതിൽ ഈ പ്രവൃത്തികളൊക്കെയും ചെയ്തത്. ദൈവത്തിന് മഹത്വമുണ്ടാകട്ടെ. ദൈവത്തിൻ്റെ പ്രവൃത്തിയെ ഒരുപക്ഷെങ്കിൽ അതിലുള്ളതായ നന്മയും തിന്മയും നമുക്ക് ആദ്യമൊന്നും ഗ്രഹിക്കാൻ സാധിച്ചെന്ന് വരില്ല. കഴിഞ്ഞ ദിവസം ഒരാശുപത്രിയുടെ എമർജൻസിയിൽ വരെ പോകേണ്ട ആവശ്യം വന്നു. അവിടെ ചെന്നപ്പോൾ എന്നെ വളരെയധികം ചിന്തിപ്പിച്ച ഒരു കാഴ്ച ഞാൻ കാണുകയുണ്ടായി. ഏകദേശം ഒരു 10 വയസ്സ് പ്രായമുള്ള ഒരു കുട്ടിയെ മാതാപിതാക്കൾ പെട്ടെന്ന് ആശുപത്രിയിലേക്ക് കൊണ്ടുവന്നു. അവൻ്റെ കാലിൽ നിന്ന് വളരെയധികം രക്തം ഇങ്ങനെ ഒഴുകുന്നു. എന്താണെന്ന് നോക്കിയപ്പോൾ ഏതോ ഒരു ലോഹകഷ്ണമോ തടിക്കഷ്ണമോ മുള്ളോ അറിയില്ല, വളരെ ശക്തിയായിട്ട് നീളത്തിൽ കാലയിൽ കൊണ്ട് കയറിയിരിക്കുക. കളിച്ചുകൊണ്ടിരിക്കുമ്പോൾ സംഭവിച്ചതാണ്. അപ്പോൾ അത് വലിച്ചു വരുവാൻ മാതാപിതാക്കൾ നോക്കിയിട്ട് പറ്റിയില്ല. അപ്പോൾ അവരെ ആശുപത്രിയിൽ കൊണ്ടുവന്നപ്പോൾ ഡോക്ടർമാർ വളരെ ശ്രദ്ധയോടുകൂടെ പരിശോധിച്ചപ്പോൾ അത് കൈകൊണ്ട് വലിച്ചൂരിയാൽ തീർച്ചയായിട്ടും ഒരു മുള്ളോ മറ്റെന്തെങ്കിലും ആണെങ്കിൽ അതിൻ്റെ അറ്റം ആ മുറിവിനകത്ത് ഒടിഞ്ഞിരിക്കും. അതുകൊണ്ട് അവർ പറഞ്ഞു, ആ മുള്ളു കൊണ്ട വശം അല്ലെങ്കിൽ ആ കാലിൽ മുറിവ് പറ്റിയിരിക്കുന്ന വശം അല്പം ഒന്ന് കീറിയിട്ട് മാത്രമേ അത് എടുക്കാൻ പറ്റൂ, ഇല്ലെങ്കിൽ അത് എടുത്താൽ അതൊരു അപകടകരമാകും എന്നവർ പറഞ്ഞു. അങ്ങനെ അവരത് എടുക്കുവാൻ വേണ്ടി പരിശ്രമിച്ചപ്പോൾ ഒന്നുകൂടെ ഉച്ചത്തിൽ ഈ കുട്ടി നിലവിളിക്കാൻ തുടങ്ങി. എന്നാൽ ഈ കുട്ടി നിലവിളിക്കുന്നത് കേട്ട് വലിയ സങ്കടങ്ങളൊന്നുമില്ലാതെ വളരെ സന്തോഷത്തോടുകൂടി ആ കുട്ടിയുടെ കാൽ പിടിച്ച് ഡോക്ടർമാരുടെ ശുശ്രൂഷയ്ക്ക് വേണ്ടി അത് മയപ്പെടുത്തി കൊടുക്കുന്ന അമ്മ അപ്പൻ അരികിൽ നിൽക്കുകയാണ്. അവർ വളരെ ശ്രദ്ധയോടെ ആ കാര്യം നോക്കുകയാണ്. അവരുടെ മനസ്സിൽ എങ്ങനെയെങ്കിലും ആ കുട്ടിക്ക് നല്ല രീതിയിൽ ആ മുറിവിനെ ഭേദപ്പെടുത്തണം, നടന്ന ആപത്തിൽ നിന്ന് കുഞ്ഞിനെ രക്ഷിക്കണം. ആ മുള്ളോ ലോഹമോ എന്താണ് ശരീരത്ത് കയറിയിരിക്കുന്നത് വെച്ചാൽ അതെടുത്ത് മാറ്റണം. അതാണ് അവർ ചിന്തിക്കുന്നത്. എന്നാൽ ആ കുട്ടിയെ സംബന്ധിച്ചിടത്തോളം അവന് സഹിക്കാൻ വയ്യാത്ത വേദന കൊണ്ട് അവൻ നിലവിളിക്കുകയാണ്. ഇങ്ങനെ ഒരു സംഭവത്തിൽ 2 ഹൃദയങ്ങൾ ഞാൻ വളരെ ശ്രദ്ധയോടെ അത് നോക്കിക്കണ്ടു. ഇതുപോലെയാണ് ദൈവസന്നിധിയിൽ നമുക്കും ഉണ്ടാകുന്ന മാനസികാവസ്ഥ. നമ്മുടെ ജീവിതത്തിൽ പലപ്പോഴും ദൈവം ചെയ്യുന്ന ചില കാര്യങ്ങൾ നമുക്ക് വളരെ വേദനാജനകമായിരിക്കാം, സങ്കടകരമായിരിക്കാം, നമുക്ക് അക്സെപ്റ്റ് ചെയ്യാൻ കഴിയില്ല. നമ്മൾ ഏത് രീതിയിൽ ചിന്തിച്ച് നോക്കിയിരുന്നാലും നമുക്കതൊരു നഷ്ടവും കഷ്ടവും സങ്കടകരവുമായ ഒരു കാര്യമായിട്ട് നമുക്ക് തോന്നിയേക്കാം. പക്ഷെങ്കിൽ ദൈവത്തിൻ്റെ വചനം ഇവിടെ ഈ പ്രഭാതത്തിൽ നമ്മോട് പറയുകയാണ്, ഞാൻ അതൊക്കെ ചെയ്തത് നിങ്ങളുടെ ജീവിതത്തിൽ സങ്കടമെന്ന് നിങ്ങൾ തോന്നുന്ന പല കാര്യങ്ങളും ഞാൻ വരുത്തി വെച്ചത് വെറുതെയല്ല, അതിനൊരു ഉദ്ദേശമുണ്ട്, ഒരു പദ്ധതിയുണ്ട് എന്ന് ദൈവം പറയുകയാണ്. ഇസ്രായേൽ ജനത്തോട് എസെക്കിയേൽ പ്രവാചകൻ സംസാരിക്കുന്നതായ ആ കാലയളവിൽ ന്യായവിധിയുടെ അങ്ങേയറ്റം ദൈവത്തെ മറന്ന് ജീവിച്ചതിനാൽ അവരുടെ മേൽ വരുത്തിയ ന്യായവിധിയുടെ അളവ് വളരെ മാക്സിമൈസ് അവരുടെ മേൽ വന്നുകൊണ്ടിരിക്കുന്ന ഒരു കാലയളവിൽ അവിടെ ഇതാ പ്രവാചകനോട് ദൈവം പറയാണ്, എത്ര വലിയ കഷ്ടങ്ങളും ക്ഷാമങ്ങളും പരിതാപങ്ങളും ദുരിതങ്ങളും അവിടെ വന്നിരുന്നാലും ശരി, അതിനെയൊക്കെയും അതിജീവിക്കുന്ന ഒരു രക്ഷിതഗണം അവരുടെ ഇടയിൽ നിന്നും പുറപ്പെട്ടു വരുവാൻ ദൈവം അവരെ സജ്ജമാക്കിയിട്ടുണ്ട്. പ്രൈസ് ദി ലോർഡ്. ഒരു രക്ഷിതഗണത്തെ ദൈവം കരുതിക്കൊണ്ട് ഈ പ്രയാസഘട്ടങ്ങളെയൊക്കെയും തരണം ചെയ്യുന്ന ഒരു രക്ഷിതഗണം ദൈവത്തിൻ്റെ ശ്രദ്ധയിൽ. ആ രക്ഷിതഗണമാണ് വലുത്. ആ രാജ്യമോ ആ ലോകത്തിലെ വലിയ ജനക്കൂട്ടമോ അവരുടെ സമ്പത്തോ ഇതൊന്നും ദൈവത്തിന് വലിയ വിഷയമല്ല. എന്നാൽ ദൈവത്തിൻ്റെ മുഖത്തേക്ക് നോക്കുന്ന ഒരു രക്ഷിതഗണം, പ്രവാചകൻ പറയുന്നു,
അവർ നിങ്ങളുടെ മുമ്പിൽ പ്രത്യക്ഷപ്പെടുമ്പോൾ ആശ്വാസം കൊണ്ടുവരും. നാം അറിഞ്ഞതുപോലെ അല്ല, ദൈവത്തിന് വേറെ ചില പദ്ധതികൾ, വേറെ ചില ഭക്തന്മാരെ രക്ഷിക്കുന്നതിന് വേണ്ടി ദൈവം വരുത്തി വെച്ചതായ ചില കാര്യങ്ങളെക്കുറിച്ച് കേൾക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ അതിശയം തോന്നും. നമുക്കറിയാം, ഇന്ന് ലോകത്തിൽ വളരെയധികം പ്രയാസഘട്ടങ്ങളിൽ കൂടെ ഈ ലോകം മുഴുവനും നടന്നുപോയിക്കൊണ്ടിരിക്കുകയാണ്. അടുത്ത നിമിഷത്തിൽ എന്താണ് സംഭവിക്കുന്നതെന്ന് നമുക്ക് തന്നെ അറിയാൻ വയ്യാത്ത രീതിയിൽ, ഒരു സ്ഫോടകാത്മകമായ രീതിയിൽ, ഒരു മാനസിക അവസ്ഥയോടുകൂടെ ഭരണാധികാരികൾ അവരുടെ ഹൃദയത്തിൽ ഉറക്കമില്ലാതെ നാളത്തെ ദിവസത്തെ ചൊല്ലി അവർ അസ്വസ്ഥരായി കഴിയുന്ന ഒരു കാലഘട്ടം. നമുക്കറിയാം, ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ യുദ്ധങ്ങൾ അവിടെ കൊടുമ്പരി കൊണ്ട് നടക്കുകയാണ്. ആ യുദ്ധം ഏത് ദിശയിൽ ചെന്ന് നിൽക്കും? അനേകായിരങ്ങളുടെ ജോലി നഷ്ടപ്പെടുന്നു, വരുമാനം നഷ്ടപ്പെടുന്നു. അവരുടെ ജീവിതത്തിൽ യാതൊരു ലക്ഷ്യവുമില്ലാതെ അവർ കഷ്ടത്തിലായി, അവർ വളരെ ദുരിതത്തിലാകുന്ന ഒരു സാഹചര്യത്തിലേക്ക് ലോകം മാറിക്കൊണ്ടിരിക്കുകയാണ്. ദൈവത്തിന്റെ ആത്മാവി പ്രഭാതത്തിൽ നമ്മോട് പറയുന്നത്, അവിടെയൊക്കെയും ദൈവം കാണാതെ വണ്ണം കണ്ണുകെട്ടിയിരിക്കുകയല്ല. ഇതൊന്നും അത് കണ്ടില്ല എന്ന് നടിച്ച് ദൈവം ഇരിക്കുകയല്ല. അതൊക്കെയും അങ്ങനെ ചെയ്യുകയും അങ്ങനെ സംഭവിക്കുന്നതിലും ദൈവത്തിന് വലിയൊരു പദ്ധതി അവിടെ രൂപപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നു. അവിടെ നിന്നൊരു രക്ഷിതഗണത്തെ, ദൈവത്തിൽ ആശ്രയിക്കുന്ന ഒരു കൂട്ടം ജനത്തെ സുരക്ഷിതരായി ദൈവം പുറപ്പെടുവിച്ചു കൊണ്ടുവരും എന്ന് ദൈവത്തിന്റെ വചനം ഈ പ്രഭാതത്തിൽ നമ്മളോട് പറയുകയാണ്. പ്രിയപ്പെട്ട ദൈവത്തിന്റെ മക്കളെ, നമ്മുടെ താൽക്കാലികമായ സങ്കടങ്ങളെ ദൈവത്തിന്റെ സന്നിധിയിൽ നാം ചെല്ലുമ്പോൾ ദൈവത്തോട് നാം പരാതിപ്പെടുന്നതായ, നീരസപ്പെടുന്നതായ ഒരു അനുഭവമായി നമ്മൾ അതിനെ ഗണിച്ചേക്കാം. എങ്കിലും ദൈവം ഈ പ്രഭാതത്തിൽ നമ്മോട് പറയാണ്, ആശ്വാസം, ഒടുവിൽ നിങ്ങൾക്ക് ആശ്വാസം വരേണ്ടതിന് ഒരു രക്ഷിതഗണം നിങ്ങളുടെ മുൻപിൽ വന്ന് അവരുടെ സാക്ഷ്യത്തെ ദൈവം അവർക്ക് വേണ്ടി ചെയ്ത വൻ കാര്യങ്ങളെ കുറിച്ച് നിങ്ങളോട് പറയുമ്പോൾ നിങ്ങൾക്ക് അതിശയം തോന്നും. ഞാൻ വെറുതെ അല്ല ഇതൊക്കെയും ചെയ്തത്. നിങ്ങളുടെ മുൻപിൽ അതൊക്കെ തിന്മയായി ഒരു കാലത്ത് തോന്നിയേക്കാം, അല്ലെങ്കിൽ നഷ്ടമായിട്ടും കഷ്ടമായും നിങ്ങൾ അതിനെ ചിന്തിച്ചേക്കാം, അല്ലെങ്കിൽ അതിനെ അഭിമുഖീകരിച്ചേക്കാം. അതിന്റെ ഒടുവിൽ ദൈവം പറയുന്നു, ഒരു രക്ഷിതഗണത്തിന് അതൊരു അനുഗ്രഹമായി മാറും. സർവശക്തനായ ദൈവത്തിന്റെ കയ്യിൽ സകല വിഷയങ്ങൾക്കും ഒരു പരിഹാരമുണ്ട് എന്ന് മനസ്സിലാക്കുന്ന ഒരു രക്ഷിതഗണം ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ദൈവം അവരെ ക്രിയേറ്റ് ചെയ്തു വെച്ചിട്ടുണ്ട്, അവരെ സൃഷ്ടിച്ചു വെച്ചിട്ടുണ്ട്. അന്ത്യകാലത്ത് അവർ പുറപ്പെട്ടു വന്ന് ദൈവത്തിന്റെ വൻ കാര്യങ്ങളെ കുറിച്ച് അവർ സംസാരിക്കുമ്പോൾ, ദൈവം ചെയ്ത ഉപകാരത്തെ കുറിച്ച് അവർ നമ്മെ കേൾപ്പിക്കുമ്പോൾ, അപ്പോഴാണ് നമ്മുടെ കണ്ണുകളെ തുറക്കുന്നത്. നമ്മുടെയും ജീവിതത്തിൽ ദൈവം ഈ പ്രഭാതത്തിൽ നമ്മോട് പറയുന്നത് എന്തെന്നാൽ, പല കാര്യങ്ങളും നിന്റെ ജീവിതത്തിൽ ദുഃഖകരമായി, ക്ലേശകരമായി തോന്നിയേക്കാം. യോസേഫിന്റെ ജീവിതത്തിലേക്ക് നമ്മളൊന്ന് നോക്കിയാൽ, യോസേഫ് ഒരിക്കലും പൊട്ടക്കിണറ്റിലും കാരാഗ്രഹത്തിലും കിടന്നപ്പോൾ ദൈവം എന്നെ ഇവിടെ കൊണ്ടുവന്നെന്ന് ഒരിക്കലും പറഞ്ഞില്ല. സങ്കടകരമായിരുന്നു, തനിക്ക് ദുഃഖകരമായ കാര്യമാണ്. എൻ്റെ സഹോദരന്മാർ എന്നോട് ഇങ്ങനെ ചെയ്തല്ലോ, അല്ലെങ്കിൽ എനിക്ക് വേണ്ടപ്പെട്ടവർ, എനിക്ക് ആശ്വാസമായിരിക്കേണ്ടവർ, എന്നെ സംരക്ഷിക്കേണ്ടവർ, എന്നെ സ്നേഹിക്കേണ്ടവർ എന്നോട് ഇങ്ങനെ ചെയ്തല്ലോ എന്നൊക്കെ യോസേഫ് സങ്കടപ്പെട്ടതായ ഒരു കാലമായിരുന്നു. എന്നാൽ അവൻ മന്ത്രിസ്ഥാനത്തെത്തിയപ്പോൾ തൻ്റെ സഹോദരന്മാരോട് പറയാണ്, ദൈവമാണ് എന്നെ നിങ്ങൾക്ക് മുമ്പായി ഇവിടെ കൊണ്ടുവന്നത്. എന്നെ ഇവിടെ കൊണ്ടുവന്നതിന് ദൈവത്തിനൊരു പദ്ധതി ഉണ്ടായിരുന്നു. ഒരിക്കൽ പോലും കാരാഗ്രഹത്തിൽ വെച്ചും പൊട്ടക്കിണറ്റിൽ വെച്ചും പറയാത്ത വാക്കുകൾ, സങ്കടങ്ങൾ അനുഭവിച്ചപ്പോൾ പറയാത്ത വാക്കുകൾ. നോക്കൂ, തന്നെ ഒരു സ്ഥാനത്തിന് വേണ്ടി ദൈവം തന്നെ കുറിച്ച് എന്ത് പദ്ധതി ഇട്ടിരുന്നുവോ ആ പദ്ധതിയുടെ ആ ഒരു മുഖസ്ഥാനത്തേക്ക് വന്നപ്പോൾ അവന്റെ വാക്കുകൾക്ക് വ്യത്യാസമുണ്ടാകും. നമ്മുടെയും ജീവിതത്തിൽ ആശ്വാസകരമായ ചില തുറമുഖങ്ങളിൽ ദൈവം നമ്മെ കൊണ്ട് എത്തിക്കുമ്പോൾ അപ്പോഴാണ് നമ്മൾ മനസ്സിലാക്കുന്നത്, ഓ, എന്നോട് ദൈവം ഇതിനു വേണ്ടിയാണല്ലോ എന്നെ ഇങ്ങനെ കഷ്ടത്തിൽ കൂടെ കൊണ്ടുവന്നത്. സങ്കീർത്തനക്കാരൻ പറയുന്നത്, നിന്റെ ഹിതം മനസ്സിലാക്കേണ്ടതിന്, നിന്റെ ഇഷ്ടം മനസ്സിലാക്കേണ്ടതിന് ഞാൻ കഷ്ടത്തിലായത് എനിക്ക് നന്നായി. ദൈവത്തിന് സ്തോത്രം. ഒരു സമയത്ത് നമ്മൾ കഷ്ടങ്ങൾ അനുഭവിക്കുന്നവരെങ്കിലും സങ്കടങ്ങൾ അനുഭവിക്കുന്നവരെങ്കിലും പ്രിയപ്പെട്ട ദൈവത്തിന്റെ മക്കളെ, ദൈവത്തിൽ പ്രത്യാശ വയ്ക്കുന്ന ജനങ്ങൾക്ക് ഒരു തിരിച്ചറിവ് വേണം. ഒരു രക്ഷിതഗണം ആ കഷ്ടത്തിൽ നിന്ന് രൂപാന്തരപ്പെടും. ആ രക്ഷിതഗണത്തിൽ നാമും ഉൾപ്പെട്ടവരായിരിക്കണം എന്ന് ദൈവം നമ്മെക്കുറിച്ച് ആശ വയ്ക്കുകയാണ്. ദൈവത്തിന്റെ പ്രവൃത്തികളെ മനസ്സിലാക്കുമ്പോൾ ദൈവം ദോഷമായിട്ടല്ല സകലതും ചെയ്യുന്നത്.
തൻ്റെ ഭക്തന്മാർക്ക് വേണ്ടി ദോഷം ചെയ്യുന്ന ദൈവമല്ല. തന്നെ സ്നേഹിക്കുന്നവർക്ക് വേണ്ടി ദൈവം ഒരുക്കിയിട്ടുള്ളത് കണ്ണ് കണ്ടിട്ടില്ല, കാത് കേട്ടിട്ടില്ല, ഒരു മനുഷ്യന്റെയും ഹൃദയത്തിൽ തോന്നിയിട്ടുമില്ല എന്ന് ദൈവത്തിന്റെ വചനത്തിൽ പറയുന്നത് പോലെ നമ്മുടെ ഹൃദയത്തിൽ തോന്നാത്തതും നമ്മുടെ കണ്ണുകൊണ്ട് കാണാത്തതും നമ്മുടെ ഹൃദയം കൊണ്ട് ഗ്രഹിക്കാൻ കഴിയാത്തതുമായ അനേക മർമ്മങ്ങൾ ദൈവ സന്നിധിയിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. അത് പലപ്പോഴും ആരംഭത്തിൽ നമുക്ക് മനസ്സിലായിരിക്കണമെന്നില്ല, നമുക്കല്ലേ ഗ്രഹിപ്പിച്ചത് എന്ന് വരില്ല. എന്നാൽ അതിന്റെ പര്യവസാനത്തിൽ ദൈവം ദോഷമായിട്ട് ചെയ്യാതെ സകലതും നിങ്ങൾക്ക് ആശ്വാസമാകേണ്ടതിന് ദൈവത്തിന്റെ ജനം ഒരു രക്ഷിതഗണം നമ്മളോട് സംസാരിക്കുമ്പോൾ തീർച്ചയായിട്ടും നമ്മുടെ ജീവിതത്തിൽ ആശ്വാസകരമായ ഒരു തുറമുഖത്തെത്തിയ ആ ഒരു സന്തോഷം നമ്മളിൽ കളിയാടുന്നതിനിടയായിത്തീരും. ഈ പ്രഭാതത്തിൽ താൽക്കാലികമായ വൈഷമ്യങ്ങളിൽ കൂടെ കടന്നു പോകുന്നവർ, ദുഃഖങ്ങളിൽ കൂടെ കടന്നു പോകുന്നവർ, വേദനയിൽ കൂടെ കടന്നു പോകുന്നവർ, ദൈവം എന്നോട് എന്താണ് ഇങ്ങനെ ചെയ്തതെന്ന് നിങ്ങളുടെ ജീവിതത്തിൽ എപ്പോഴെങ്കിലും നിങ്ങൾക്ക് ചിന്തിക്കേണ്ടതായി വന്നിട്ടുണ്ടെങ്കിൽ, പരിതപിക്കേണ്ടതായി വന്നിട്ടുണ്ടെങ്കിൽ, ദൈവം നിങ്ങളോട് സംസാരിക്കുന്നു, ദൈവത്തിന്റെ ആത്മാവ് നിങ്ങളോട് പറയുന്നു, അത് ദോഷത്തിനല്ല, നന്മയ്ക്കായിട്ടാണ്. ഞാൻ ഇതൊക്കെയും ഒരു കാരണം കൂടാതെ അല്ല ചെയ്തത്. എന്റെ മുൻപിൽ ഒരു ഉദ്ദേശമുണ്ടായിരുന്നു, ഒരു പദ്ധതി ഉണ്ടായിരുന്നു. ഈ അനുഗ്രഹിക്കപ്പെട്ട ഒരു തുറമുഖത്തേക്ക് ഒരു രക്ഷിത ഗണത്തെ കൊണ്ട് എത്തിക്കുവാൻ വേണ്ടി ദൈവം സൃഷ്ടിച്ചതായ അനേക വൈഷമ്യ ഘട്ടങ്ങൾ ഉണ്ടായിരുന്നു. ആ വൈഷമ്യ ഘട്ടങ്ങളിൽ ദൈവത്തിന്റെ ഹിതം മനസ്സിലാക്കി നമ്മുടെ മനസ്സിനെ രൂപാന്തരപ്പെടുത്തുവാനുള്ളതായ വലിയൊരു വിശാല ഹൃദയം, ഒരാത്മചിന്ത, വലിയൊരു ദൈവസന്നിധിയിൽ നാം ദൈവത്തിന്റെ ഇഷ്ടത്തെ മനസ്സിലാക്കുവാനുള്ള ഒരു സന്മനസ്, ഒരാത്മപ്രേരിതമായ ഒരു ഹൃദയം ഈ പ്രഭാതത്തിൽ നമുക്ക് നൽകപ്പെടുമാറാകട്ടെ. തിരുവചനത്തിലെ ശ്രമിക്കുന്ന പ്രിയപ്പെട്ട ദൈവത്തിന്റെ മക്കളെ, ദൈവം നമ്മെ കൈവിടാതെ അന്ത്യം വരെയും നടത്താമെന്ന് പറഞ്ഞവൻ, ലോകാവസാനത്തോളം ഞാൻ നിന്നോടുകൂടെ ഇരിക്കുമെന്ന് പറഞ്ഞവൻ നമ്മളെ വഴിയിൽ വിട്ടിട്ട് പോകുന്നവനല്ല. അനർത്ഥങ്ങൾ വരുമ്പോൾ നമ്മളെ കൈവിടുന്നവരല്ല. തീർച്ചയായിട്ടും അതിൽ നിന്ന് തെറ്റി ഒഴിയുന്ന ഒരു സമൂഹത്തിൽ തീർച്ചയായിട്ടും നമ്മെയും ഉൾപ്പെടുത്തി അവൻ പരിപാലിക്കും. ഈ വിശ്വാസമുള്ള ജനങ്ങൾക്ക് ഒരു സംരക്ഷണ ഭിത്തിയുടെ വലയത്തിന് കീഴിൽ അവരിയ്ക്കുന്നുള്ളതായ ഒരു ആത്മബോധം അവരുടെ ഹൃദയത്തിൽ കളിയാടുന്നതിനിടയായിത്തീരും. അങ്ങനെയുള്ള ഒരു ആത്മബോധത്തിന് കീഴിൽ, വലയത്തിന് കീഴിൽ നിന്നെയും നിന്റെ കുഞ്ഞുങ്ങളെയും ഈ പ്രഭാതത്തിൽ ദൈവം നടത്തുമാറാകട്ടെ, പരിപാലിക്കുമാറാകട്ടെ. ഗോഡ് ബ്ലെസ് യു.